വെൽക്കം ബാക്ക് ടു എൻചാൻറ്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ടോപ്പിക്കാണ്, ഇന്ന് നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ കാലഘട്ടം എങ്ങനെയൊക്കെയാണ്, ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പാഠഭാഗത്തിലൂടെയാണ് അല്ലെ. സ്വതന്ത്രാന്റെ ഇന്ത്യ എന്ന പാഠഭാഗം കൂടെ നമ്മൾ നോക്കിയിട്ടാണ് അതിനുള്ള പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ സ്വതന്ത്രാന്റെ ഇന്ത്യയെ കുറിച്ച് എന്തൊക്കെ ടോപ്പിക്സ്, എന്തൊക്കെ പോയിന്റ്, ആ ടോപ്പിക്കിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് പരീക്ഷയ്ക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് നിങ്ങൾ ഒരു റിവിഷനായിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് സൂക്ഷിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യാനന്തരമായി നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ്. വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി. അപ്പൊ അതാണ് നമ്മുടെ ഒരു ചോദ്യമെന്ന് മനസ്സിലാക്കാം. അടുത്തത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ്? 1947 പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളയുടെ പശ്ചാത്തലത്തിൽ എന്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? 1947 പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകളുടെ പശ്ചാത്തലത്തിൽ എന്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ, എന്റെ ഏകാംഗ സൈന്യം എന്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ എന്താണ് മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ എന്റെ ഏകാംഗ സൈന്യം എന്ന ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജിയാണ്. 1947 പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളയുടെ പശ്ചാത്തലത്തിൽ എന്റെ ഏകാംഗ സൈന്യം എന്ന എന്താണ് ഗാന്ധിജിയാണ് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത്. ഇനി ഗാന്ധിജി ഈ പറയുന്ന വർഗീയ ലഹള അല്ലെ, അപ്പൊ വിഭജനത്തിന്റെ സമയത്ത് ഇന്ത്യയിൽ വർഗീയ ലഹള ഉണ്ടായിരുന്നു അല്ലെ. ഈ വർഗീയ ലഹളയുടെ ഭാഗമായിട്ട് ഗാന്ധിജിയെ നാഥൂറാം വിനായക് ഗോഡ്സെ എന്നൊരു വ്യക്തി എന്ത് ചെയ്തു? 1948 ജനുവരി 30 വെടിവെച്ചു അല്ലെ. നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആള് 1948 ജനുവരി 30 ഗാന്ധിജിയെ വെടിവെച്ചു. അപ്പൊ അത്തരത്തില് ഗാന്ധിജിയുടെ എന്താണ് ആ മരണത്തെ ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് ആ മരണത്തിൽ അനുശോചിച്ച് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ എന്താണ് മരണത്തെ കുറിച്ച് സൂചിപ്പിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയുടെ മരണശേഷം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പറഞ്ഞു ഈ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വിഭജനവും അഭയാർത്ഥി പ്രവാഹമാണെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? 1947 ഇന്ത്യയിൽ വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ എന്റെ ഏകാംഗ സൈന്യം എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. ഇനി അതുപോലെ തന്നെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ഈ വർഗീയ ലഹളയുടെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജിയെ നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി 1948 ജനുവരി 30 വധിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ആ ദിവസം എന്തായി ആചരിക്കുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ളത് ജനുവരി 30 രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ജനുവരി 30 ഗാന്ധിജി വധിച്ച ദിവസം എന്തായി ആചരിക്കുന്നു? രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ രക്തസാക്ഷി ദിനം എന്നാണ് ജനുവരി 30. രക്തസാക്ഷി ദിനം എന്നാണ് ജനുവരി 30 രക്തസാക്ഷി ദിനം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഗാന്ധി മരണപ്പെട്ട ദിവസം എന്തായി ആചരിക്കുന്നു? രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. ജനുവരി 30 പ്രത്യേകത എന്താണ്? രക്തസാക്ഷി ദിനമാണ്. അടുത്ത മനസ്സിലാക്കാനുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് അറ്റ്ലി. ക്ലെമന്റ് അറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇനി ഇന്ത്യയുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് അറ്റ്ലി എന്ന് മനസ്സിലാക്കി. ഇനി അതുപോലെ വിധിയുമായൊരു കൂടിക്കാഴ്ച എന്ന് പറയുന്ന ആരുടെ പ്രസംഗമാണ്? വിധിയുമായുടെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ആരുടെ പ്രസംഗമായിരുന്നു? നെഹ്റുവിന്റെ പ്രസംഗമായിരുന്നു. 1947 ഓഗസ്റ്റ് 14
നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ വിധിയുമായുള്ള കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. അതൊരു PYQ ആണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് വെച്ചാൽ ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. മൗണ്ട് ബാറ്റൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. മൗണ്ട് ബാറ്റൻ ആണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലുമായിരുന്നു മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റന്റെ പ്രത്യേകത എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും എന്നാൽ എന്താണ് അതുപോലെ അവസാനത്തെ വൈസ്രോയ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഇന്ത്യയിലെ അവസാനത്തെ, ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. ഇനി അദ്ദേഹമാണ് ഇന്ത്യ വിഭജിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്ലാൻ തയ്യാറാക്കി. അതിനെ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം ഇന്ത്യയുടെ വിഭജനത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി. അത് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് അറിയപ്പെട്ടു. ഇനി ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിനെ ആര് അംഗീകരിച്ചു? കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചു. അപ്പൊ മൗണ്ട് ബാറ്റൻ പ്ലാനെ അംഗീകരിച്ചത് ആരാണ്? കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ നമ്മൾ പറഞ്ഞ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണെന്ന് മനസ്സിലാക്കി. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാര്യാണ് സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാര്യ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ സി രാജഗോപാലാചാര്യാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആരായിരുന്നു ചോദിച്ചാൽ സി രാജഗോപാലാചാര്യാണെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നമ്മളിപ്പോ പറഞ്ഞാണ്, ഗാന്ധിയുടെ മരണത്തിൽ അനുശോചിച്ച് നമ്മുടെ ജീവിതത്തെ പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ വിഭജന കാലവുമായി ബന്ധപ്പെട്ട് ധാരാളം ചലച്ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഇന്ത്യയുടെ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രങ്ങൾ ഏതാണെന്ന് നോക്കാൻ പോകുന്നത്. ഋതിക് ഘട്ടക്കിന്റെ മേഘധാക്കര, ഋതിക് ഘട്ടക്കിന്റെ മേഘധാക്കര. പിന്നെ MS സത്യുവിന്റെ ഗരം ഹവ, ഋതിക് ഘട്ടക്കിന്റെ മേഘധാക്കര, MS സത്യുവിന്റെ ഗരം ഹവ. ഇനി ഗോവിന്ദ് ഹിലാനിയുടെ തമസ്, പമേല റുക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ, ഇത്രയും ചലച്ചിത്രങ്ങളാണ് ഇന്ത്യയുടെ വിഭജനകാലം ആസ്പദമാക്കി, ഇതിനകത്തെ സംഭവങ്ങളും ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ. ഏതൊക്കെയാണ്? ഋതിക് ഘട്ടക്കിന്റെ മേഘധാക്കര, MS സത്യുവിന്റെ ഗരം ഹവ, ഗോവിന്ദ് ഹിലാനിയുടെ തമസ്, പമേല റുക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇതിന്റെ ഉള്ളടക്കം എന്താണ്? ഇന്ത്യയുടെ വിഭജന കാലത്തെ സംഭവങ്ങളാണ് ഇതിന് ഉള്ളടക്കമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ചലച്ചിത്രത്തിന് ഉള്ളടക്കമായിട്ട് ഇന്ത്യയുടെ വിഭജന കാലത്തെ സംഭവങ്ങളെയാണ് ആധാരമാക്കിയിരിക്കുന്നത്. അപ്പൊ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ത്യയില് നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്ത സമയത്ത് ഇന്ത്യയിൽ ധാരാളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്ത്
ബ്രിട്ടീഷുകാര് കുറെ നാട്ടുരാജ്യങ്ങളെ ഭരണം നേരിട്ട് നടത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ധാരാളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഈ ബ്രിട്ടീഷുകാര് ഈ നാട്ടുരാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അവർക്ക് അവരുടേതായ രീതിയിൽ അവിടെ ജീവിക്കാനുള്ള ആ നാട്ടുരാജ്യങ്ങൾ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്ത സമയത്ത് നാട്ടുരാജ്യങ്ങൾക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇന്ത്യയിൽ ആ സമയത്ത് 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കൊടുത്ത സമയത്ത് 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിന്റെ ആവശ്യകത ആർക്കുണ്ടായി? ഇന്ത്യക്ക് അതിന്റെ ഒരു ആവശ്യകത ഉണ്ട്. അപ്പൊ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ സംയോജിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇതിന്റെ സംയോജനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് നിലവിൽ വന്നു. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയില് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് നിലവിൽ വന്നു. ആ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ധാരാളം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങൾ 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ട ഒരു വകുപ്പ് മന്ത്രിസഭയിൽ നിലവിൽ വന്നു. അതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ സ്വതന്ത്രാനന്ദ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ആരായിരുന്നു? വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി അദ്ദേഹം ഒരു മലയാളിയാണ് നിയമിച്ചത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത് ഒരു മലയാളിയാണ്, VP മേനോനാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയി നിയമിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ VP മേനോനാണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ VP മേനോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അദ്ദേഹം ആരായിരുന്നു? VP മേനോൻ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ച അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ച മലയാളി ആരാണ്? VP മേനോൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കും. ഇനി നമ്മൾ VP മേനോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഒന്ന് മനസ്സിലാക്കി പോവാം. അപ്പൊ നാട്ടുരാജ്യങ്ങളെ സംയോജനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ ആരാണെന്ന് മനസ്സിലാക്കി. അതെ, സംസ്ഥാനങ്ങളെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അതുപോലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയി നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയാണ്, VP മേനോനാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ ഇദ്ദേഹം ജനിച്ചത് 1894 ജനിച്ചത്. 1894 പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത്. പാലക്കാട് ഒറ്റപ്പാലത്താണ് അദ്ദേഹം ജനിച്ചത്. 1994 പാലക്കാട് ഒറ്റപ്പാലത്താണ് അദ്ദേഹം ജനിച്ചത്. പാലക്കാട് ഒറ്റപ്പാലത്തിലാണ് VP മേനോൻ ജനിച്ചത്. 1894 ഇനി അദ്ദേഹം എന്ത് ചെയ്തു? സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ നെഹ്റുവിനോടൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് VP മേനോൻ. ആരോടൊപ്പം ചേർന്നാണ്? സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവുമൊത്ത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ആര്? VP മേനോൻ. ഇനി അദ്ദേഹം 1952 ഒറീസയുടെ ഗവർണർ ആയിരുന്നു. അദ്ദേഹം 1952 ഒറീസയുടെ ഗവർണർ ആയിരുന്നു. ഒറീസയുടെ ഗവർണറായിട്ട് ചുമതലയേറ്റിട്ടുണ്ട്. 1952 ഒറീസയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, രണ്ട് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്.
എന്താണ് VP മേനോനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? 1894 അദ്ദേഹം ജനിച്ചത്. പാലക്കാട് ഒറ്റപ്പാലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. അത് മാത്രമല്ല 1952 അദ്ദേഹം ഒറീസ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലോടും നെഹ്റുവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് VP മേനോൻ. അതായത് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ട മലയാളി ആരാണെന്ന് വെച്ചത് VP മേനോനാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ആരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്? VP മേനോന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുള്ളത് നമ്മൾ നാട്ടുരാജ്യങ്ങൾ 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവയെല്ലാം എന്ത് ചെയ്യണമായിരുന്നു? ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ യൂണിയനിലേക്ക് നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അപ്പം ഈ നാട്ടുരാജ്യങ്ങൾ സ്വമേധയാ കുറെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചു. എന്നാൽ 3 നാട്ടുരാജ്യങ്ങൾ പ്രധാനം ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഇതാണ് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഈ 3 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുന്നതിന് വിസമ്മതിച്ച് നിന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്ന് ഇവയുടെ സംയോജനത്തിന് വേണ്ടി ഒരു ലയന കരാർ ഒപ്പുവെച്ചു. അപ്പൊ ലയന കരാർ തീർപ്പാക്കി. അപ്പൊ എന്താണ് ആ ലയന കരാർ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത് മനസ്സിലാക്കി? നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നു അല്ലെ. അപ്പൊ അതിൽ കുറെ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? സ്വമേധയാ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചു. എന്നാൽ 3 നാട്ടുരാജ്യങ്ങൾ അതായത് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ മുതലായ 3 നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ഈ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാൻ വിസമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അപ്പൊ എന്താണ് ചോദ്യം? സ്വതന്ത്രാനന്ദ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ചേർക്കാൻ ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നാണ്. ഇനി ലയന കരാർ എന്താണ്? ലയന കരാർ തയ്യാറാക്കിയത് ഈ കരാർ തയ്യാറാക്കിയതിന്റെ പ്രകാരം ലയന കരാർ തയ്യാറാക്കിയത് ആരാണ്? VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും. പട്ടേലും VP മേനോനുമാണ് ലയന കരാർ തയ്യാറാക്കിയത്. അപ്പൊ ലയന കരാർ തയ്യാറാക്കിയതിന്റെ ഭാഗമായിട്ട് അവിടെ എന്താണ് പറയുന്നത്? 3 വകുപ്പുകളുടെ നിയന്ത്രണം ഈ നാട്ടുരാജ്യങ്ങൾ ആർക്ക് വിട്ടുകൊടുക്കണം? കേന്ദ്ര സർക്കാരിന് കൈമാറണം. അപ്പൊ ഏതൊക്കെയാണ് 3 വകുപ്പുകൾ? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. അതായത് ലയന കരാർ പ്രകാരം നാട്ടുരാജ്യങ്ങൾ 3 വകുപ്പുകളുടെ ചുമതല കേന്ദ്ര സർക്കാരിന് നൽകണം. അത് ഏതൊക്കെയാണ് 3 വകുപ്പുകൾ എന്ന് വെച്ചാൽ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. എന്താണ്? 3 വകുപ്പുകളുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ ആർക്ക് സമർപ്പിക്കണം? കേന്ദ്ര സർക്കാരിന് നൽകണം. അതാണ് ലയന കരാർ പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് 3 വകുപ്പുകൾ? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. അപ്പൊ ലയന കരാർ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? VP മേനോനും ലയന കരാർ തയ്യാറാക്കിയതാണ് VP മേനോനും പട്ടേലുമാണ്. ലയന കരാർ പ്രകാരം നാട്ടുരാജ്യങ്ങൾ വിദേശകാര്യം, പ്രതിരോധം, വാർത്താവിനിമയം എന്നീ വകുപ്പുകൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം എന്നാണ് ആ കരാറിൽ പറഞ്ഞിരുന്നത്. ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ 565ഓളം നാട്ടുരാജ്യങ്ങളിൽ 3 ഒഴിച്ച് ബാക്കി എല്ലാം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ഇന്ത്യൻ യൂണിയൻ ലയിച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ ഭാവ്നഗർ എന്നാണ്. ഭാവ്നഗർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ ഇവിടെ അത് പ്രസക്തമല്ല, അത് വലിയ ഇമ്പോർട്ടന്റ്. നമ്മൾ മനസ്സിലാക്കാൻ ആദ്യത്തെ കാര്യം എന്താണ്? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ 3 ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഇനി ഇവ എന്ത് ചെയ്തു? പിന്നീട് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പൊ ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ കാശ്മീരാണ്. അപ്പൊ ഈ ലയന കരാർ തയ്യാറാക്കി. ആ ലയന കരാർ തയ്യാറാക്കിയ പ്രകാരം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ച നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാശ്മീരാണ്. അപ്പൊ ലയന കരാർ പ്രകാരം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ച നാട്ടുരാജ്യം ഏതാണ്? കാശ്മീരാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1947 ഒക്ടോബർ 26-നാണ്. 1947 ഒക്ടോബർ 26-നാണ്
എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞ കാശ്മീർ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ടത്. അപ്പൊ കാശ്മീർ ഒരു നാട്ടുരാജ്യമായിരുന്നു. ലയനക്കരാർ പ്രകാരം 1947 ഒക്ടോബർ 26 ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചു. അപ്പൊ കാശ്മീർ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ച സമയത്ത് കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു ചോദിച്ചാൽ രാജ ഹരിസിംഗ് ആയിരുന്നു. അപ്പൊ രാജ ഹരിസിംഗ് ആണ് കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ്. എപ്പോഴാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് കാശ്മീർ എന്ന് പറഞ്ഞ നാട്ടുരാജ്യം ചേർന്ന സമയത്ത് ആ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന രാജാവ് ആരാണ്, രാജ ഹരിസിംഗ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ കാശ്മീർ ആണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്ന ആദ്യ നാട്ടുരാജ്യം. അതെന്നാണ് 1947 ഒക്ടോബർ 26 ആ സമയത്ത് ആ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ രാജ ഹരിസിംഗ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ഒരു നടപടി പ്രകാരമാണ്, ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടി പ്രകാരമാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ഹൈദരാബാദ് വന്ന് ചേർന്നത്. 1948 ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടി പ്രകാരം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചത്. ഓപ്പറേഷൻ പോളോ. അപ്പൊ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന എന്താണ് ഒരു സൈനിക നടപടിയിലൂടെ 1948 സെപ്റ്റംബറിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ച നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ ഹൈദരാബാദ് ആണ്. ഇന്ത്യൻ യൂണിയനിലേക്ക് ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ലയിക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്, ഹൈദരാബാദ് ആണ്. ആ സമയത്ത് അവിടുത്തെ നൈസാം ആരെന്ന് വെച്ചാൽ മിർ ഉസ്മാൻ അലി ആയിരുന്നു. അവിടുത്തെ നൈസാം ആരായിരുന്നു, മിർ ഉസ്മാൻ അലി. നൈസാം ആരായിരുന്നു, മിർ ഉസ്മാൻ അലി. അപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ടത് ഹൈദരാബാദ് നാട്ടുരാജ്യമാണ്. 1948 സെപ്റ്റംബറിലാണ് ലയിച്ചത്. ആ സമയത്ത് അവിടുത്തെ നൈസാം ആരായിരുന്നു, മിർ ഉസ്മാൻ അലി ആയിരുന്നു. ആരായിരുന്നു, മിർ ഉസ്മാൻ അലി ആയിരുന്നു. ഇനി ജനഹിതം വഴി അല്ലെങ്കിൽ റഫറൻഡം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ ജുനഗഡ് ആണ്. ജുനഗഡ് എന്ന് പറഞ്ഞ നാട്ടുരാജ്യം എന്താണ്, റഫറൻഡം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ജുനഗഡ് ആണ്. മനസ്സിലായോ? ഇപ്പൊ ജുനഗഡ് ആണ് ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ട നാട്ടുരാജ്യം. റഫറൻഡം അല്ലെങ്കിൽ ജനഹിത പരിശോധന ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുന്ന നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ജുനഗഡ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളെ കുറെ നാട്ടുരാജ്യങ്ങൾ 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 3 നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാൻ വിസമ്മതിച്ചിരുന്നു. അത് ഏതൊക്കെയാണ്, ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഇനി അതുകൊണ്ട് പട്ടേലും VP മേനോനും ചേർന്ന് ലയന കരാർ തയ്യാറാക്കി. ആ ലയന കരാർ പ്രകാരം 3 വകുപ്പുകൾ നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടതായിട്ട് പറഞ്ഞു. അത് ഏതൊക്കെയാണ്, പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. അപ്പൊ ഇപ്രകാരം ലയന കരാർ പ്രകാരം ഇന്ത്യൻ യൂണിയനിലേക്ക് ആദ്യം ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇത് കാശ്മീരാണ്. 1947 ഒക്ടോബർ 26 ആ സമയത്ത് അവിടുത്തെ രാജാവായിരുന്നത് രാജ ഹരിസിംഗ് ആയിരുന്നു. ഇനി ഇന്ത്യൻ യൂണിയനിലേക്ക് ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ചേർക്കപ്പെട്ട നാട്ടുരാജ്യം എന്ന് വെച്ചത് ഹൈദരാബാദ് ആണ്. 1948 സെപ്റ്റംബറിലാണ് ചേർക്കപ്പെട്ടത്. അവിടുത്തെ നൈസാം ആ സമയത്ത് മിർ ഉസ്മാൻ അലി ആയിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് റഫറൻഡം വഴി അല്ലെങ്കിൽ ജനഹിത പരിശോധനയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ജുനഗഡ് ആണ്. ഈ പറഞ്ഞ വസ്തുതകളൊക്കെ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഒന്നും കൂടെ റീകളക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കാനുള്ളത് SCERT പാഠഭാഗത്തിൽ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ്, അത് നമുക്ക് പഠിക്കാനുള്ളതുമാണ്. രാജ്യം, ഫ്രാൻസ് എന്ന രാജ്യം അധിനിവേശമായിട്ട്, അതായത് ഇന്ത്യയിലെ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന വെച്ചാൽ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നീ പ്രദേശങ്ങളാണ് ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്. അത് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1954 ആണ്. 1954 ഈ പറഞ്ഞ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ പോർച്ചുഗലിന്റെ അധീനയിൽ ഉണ്ടായിരുന്നത് ഗോവയും ഡാമൻ ദ്വീപുമാണ്. പോർച്ചുഗലിന്റെ അധീനം ഉണ്ടായിരുന്നത് ഗോവയും ഡാമൻ ദ്വീപുമാണ്. അത് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ട വർഷം 1961 1961
ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞ സൈനിക നടപടിയിലൂടെയാണ് ഗോവ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ടത്. അപ്പൊ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയുടെ ഇന്ത്യയിലേക്ക് ലയിക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഗോവയാണ്. 1961 ഇനി അതുപോലെ ഓപ്പറേഷൻ വിജയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർഗിൽ യുദ്ധവും പഠിച്ചിട്ടുണ്ട്. 1999 കാർഗിൽ യുദ്ധം, അതും ഓപ്പറേഷൻ വിജയുമാണ്. അതും എന്ത് തന്നെയാണ്? ആ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് ആണ്. അപ്പം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ട ഗോവ എന്ന് പറയുന്ന നാട്ടിലായി ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ടത് 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടി പ്രകാരമാണ്. അതേ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടി എവിടെയും നമ്മൾ കേട്ടിട്ടുണ്ട്, കാർഗിൽ യുദ്ധത്തിലും കേട്ടിട്ടുണ്ട്. അത് 1999 ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ 2-3 ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട നടപടിയുടെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത പ്രദേശം ഏതാണ്? ഗോവയാണെന്ന് മനസ്സിലാക്കുക. ഇനി അത് ഏത് വർഷം? 1961. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ടത് 1954 ഓർത്തിരിക്കുക. ഇനി പോണ്ടിച്ചേരിയുടെ അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായി ഇന്ത്യയിലേക്ക് ചേർന്നത് 1961 നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി അത് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലേക്ക് ആദ്യം ആധിപത്യം സ്ഥാപിച്ചതും ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് അധികാരം കൈവിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം സ്ഥാപിച്ചതും അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ അധികാരം കൈവിട്ടു പോയ യൂറോപ്യൻ ശക്തികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ കൈക്കൊണ്ട് ധീരമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന വിളിപ്പേര് ലഭിച്ചത് ആർക്കാണ്? സർദാർ വല്ലഭായ് പട്ടേലിനാണ്. അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചതിന് കാരണം എന്താണ്? നാട്ടുരാജ്യങ്ങളിൽ സംയോജനത്തിനായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട സ്വതന്ത്രാനന്ദ ഇന്ത്യ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും പരീക്ഷയുടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് റീകളക്ട് ചെയ്യുക. പഠിക്കാത്തവരാണെങ്കിൽ ഇത് പഠിച്ചുറപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വിധം ഉള്ള ക്ലാസ്സുകൾ നൽകാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. Till then, bye from me. Thank you.